ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മലേഷ്യ സീരീസിലെ ഡേ 3 ആണെന്ന്. അങ്ങനെ നമ്മൾ വന്നിട്ടുള്ളത് ഇസ്താന നഗര എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് ഇതൊരു നാഷണൽ പാലസ് ആണ്. നമ്മുടെ മലേഷ്യ രാജാക്കന്മാർ താമസിക്കുന്ന പാലസാണിത്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് അലൗഡ് അല്ല, നമുക്ക് പുറത്ത് മാത്രം ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാനേ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ പോയി. അപ്പം ഉള്ളിലത്തെ ഒരു ഭാഗം ആ ഗേറ്റിൻ്റെ അവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എടുത്ത ഫോട്ടോ ആണിത്. ഈ പാലസിൻ്റെ അടിത്തറ തുടങ്ങിയത് നവംബർ 1, 2007 പണി തീർന്നത് നവംബർ 15, 2011. പിന്നെ ഇവിടെ രണ്ട് സൈഡിൽ ഇതുപോലെ കുതിരപ്പുറത്ത് ഇങ്ങനെ ഒരാളിങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് നമുക്ക് അവരെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുമായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് വേഗം പോന്നു, കാരണം നല്ല വെയിലും ചൂടുമായിരുന്നു. പിന്നെ അവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല, ഉള്ളിലൊന്നും കയറാൻ പറ്റില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് അവിടേക്ക് ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ പെട്ടെന്ന് അവിടുന്ന് ഇറങ്ങി. അവിടുന്ന് പിന്നെ ഞങ്ങൾ പോയത് തുഗു നഗേര എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഇതെന്ന് പറഞ്ഞാൽ മലേഷ്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടിയ പോരാളികളുടെ സ്മരണയ്ക്കായി നിർമ്മിച്ച ഒരു ശില്പമാണ്. അതായത് ഈ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജാപ്പനീസ് അധിനിവേശത്തിനും അടിയന്തരാവസ്ഥയ്ക്കുമെതിരെ പോരാടി മരിച്ചവരുടെ ഒരു സ്മരണയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ദേശീയ സ്മാരകമാണ്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 49.21 അടിയാണ്. ഇത് വെങ്കലം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 1963 സ്റ്റാർട്ട് ചെയ്തിട്ട് 1966 ഇത് കംപ്ലീറ്റ് ചെയ്തത്. എന്തായാലും സ്ഥലം നന്നായിരുന്നു, ഒരു പ്രത്യേക ഫീല് തരുന്ന ഒരു സ്ഥലം. പിന്നെ ആ ശില്പത്തിൻ്റെ ചുറ്റും നിറയെ വെള്ളം സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ ശില്പത്തിൻ്റെ അവിടെ വെച്ചിട്ട് കുറേ ഫോട്ടോസുകളൊക്കെ എടുത്തു. എന്താണെന്നറിയില്ല, ഇവിടെ എത്തിയ പക്ഷി ഇതിന് ഭയങ്കര ത്രില്ലായിരുന്നു. അവൻ ചാടിക്കളി, ഓടിക്കളി, ഡാൻസ് കളിയൊക്കെ ആയിരുന്നു. കണ്ടോ കാട്ടുന്നൊക്കെ അങ്ങനെ എന്തൊക്കെയോ കാട്ടിയിരുന്നു. ഇതിൽ 7 രൂപങ്ങളാണ് ഉള്ളത്. പിന്നെ ഈ ശില്പത്തിൽ ഒരാൾ മലേഷ്യൻ ഫ്ലാഗ് പിടിച്ചിട്ടാണ്. പിന്നെ ഇതിൻ്റെ ചുറ്റും മലേഷ്യൻ ഫ്ലാഗുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിറങ്ങി. പിന്നെ ഞങ്ങൾ പോയത് KL ബേർഡ് പാർക്കിലേക്കാണ്. ടിക്കറ്റ് നമുക്ക് ഉള്ളിലേക്ക് പോവാം. ഈ ബേർഡ് പാർക്ക് എന്ന് പറയുന്നത് 20.9 ഏക്കർ സ്ഥലമുണ്ട്. ഇവിടെ 3000-ൽ കൂടുതൽ പക്ഷികളുണ്ട്. ഇവിടെ 90% ഈ മലേഷ്യയിലെ ബേർഡ്സ് തന്നെയാണ്. അതിൽ 10% പുറത്തുനിന്നുള്ളതുള്ളൂ. അതായത് നമ്മുടെ ഓസ്ട്രേലിയ, ചൈന, ഹോളണ്ട്, ഇന്തോനേഷ്യ, തായ്ലാൻഡ് എന്നിങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത പക്ഷികളാണ് പിന്നുള്ളത്.
പിന്നെ ഈ പാർക്ക് ലോകത്തിലെ ഏറ്റവും വലിയ കവർ ചെയ്തിട്ടുള്ള ബേർഡ് പാർക്കാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ചുറ്റി നടന്ന് കാണാനും ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഫോട്ടോ ബൂത്താണ്. ഫോട്ടോ ബൂത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള പക്ഷികളെയൊക്കെ നമ്മുടെ ശരീരത്തിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. നമ്മുടെ ഫോണിൽ എടുക്കണമെങ്കിൽ നമ്മുടെ ഫോണിലെടുക്കാം, അതല്ലെങ്കിൽ അവരെടുത്ത് തരും. അവരെടുത്ത് തരുമ്പോൾ പൈസ കുറച്ച് കൂടുതൽ കൊടുക്കണം. നമ്മളെ ഫോണിൽ എടുക്കുകയാണെങ്കിൽ 15 റിംഗറ്റോ അങ്ങനെ എന്തോന്നാണ് പറഞ്ഞത്. ഈ പാർക്കിനുള്ളിൽ തന്നെ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ സെൻറ്ററും ബേർഡ്സ് ഗാലറിയും ഉണ്ട്. ഇത് എഡ്യൂക്കേഷൻ സെൻറ്ററാണ്. ഇവിടെ ബേർഡ്സിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് കണ്ടിറങ്ങിയതിന് ശേഷം ഇത് ബേർഡ്സ് ഗാലറിയാണ്. ഇതിൽ ബേർഡ്സിൻ്റെ ജീവനില്ലാത്ത ശരീരം ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. പിന്നെ കുറേ പല ബേർഡ്സിൻ്റെ ഓരോ പാർട്സുകളൊക്കെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ പാർട്സിൻ്റെ ഡീറ്റെയിൽസ്, ബേർഡ്സിൻ്റെ ഡീറ്റെയിൽസ്, അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. കംപ്ലീറ്റ് ചെയ്തു.
നമ്മളെ ബെഡ് പാർക്ക് മൊത്തം കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയ ഇനി നമ്മൾക്ക് ചോക്ലേറ്റ് ഹൗസ് ലൈഫിലേക്കാണ്. അപ്പൊ നമ്മൾക്ക് പോയാൽ പിന്നെ ഞങ്ങൾ വന്നത് ഹാരിസ്റ്റണിൻ്റെ ചോക്ലേറ്റ് ഫാക്ടറിക്കാണ്. ഇവിടെ 100% പ്യുവർ വെജിറ്റേറിയൻ ചോക്ലേറ്റ് ആണ് ഇവിടെ ഉള്ളത്. അതായത് മുട്ട പോലും ചേർക്കില്ല എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ഇവിടെ പല വെറൈറ്റി ചോക്ലേറ്റ്സ് ഉണ്ട്. ചില്ലി ചോക്ലേറ്റ്സ് ഉണ്ട്, ജിഞ്ചർ ചോക്ലേറ്റ്സ് ഉണ്ട്, ബോണിൻ്റെ ചോക്ലേറ്റ്സ് ഉണ്ട്. പിന്നെ ഇവിടെ വേറൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. ഇവിടെ ഹണിമൂൺ ചോക്ലേറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾ കണ്ടില്ലേ ഗൈസ്, ഇവിടെ നിറയെ ചോക്ലേറ്റുകളാണ്. പിന്നെ ഇവർ നമുക്ക് സാമ്പിൾ ചോക്ലേറ്റ് തരും കേട്ടോ, ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ചോക്ലേറ്റിൻ്റെ സ്പെഷ്യാലിറ്റി, ഇതിലെന്താണുള്ളത്, അങ്ങനെ ഫുൾ ക്ലാസ് നമുക്ക് ചോക്ലേറ്റിൻ്റെ അടുത്ത് തരുന്നുണ്ട്. പിന്നെ ഇവിടെ പല ഓഫറുകളുണ്ട്, ചോക്ലേറ്റിൻ്റെ ചില ഓഫറുകളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല ടേസ്റ്റുള്ള ചോക്ലേറ്റാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ചോക്ലേറ്റുകൾ ഇവിടെ നിന്ന് തന്നെ അത്ര കിട്ടുള്ളൂ. നമ്മൾ പുറത്ത് എവിടെ അന്വേഷിച്ചാലും ഇവരെ ഈ ചോക്ലേറ്റ്സ് ഒന്നും കിട്ടില്ല. ഇവരുടെ ഈ ഔട്ട്ലെറ്റിലേക്ക് തന്നെ വരണം എന്നാണ് പറഞ്ഞു കേട്ടത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെടുത്ത് റിങ്ങറ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ ഇന്ത്യൻ മണി തന്നെ കൊടുത്താലും നമുക്ക് ഇന്ത്യൻ മണി ആയാലും ഡോളറാണെങ്കിലും ദർഹാണെങ്കിലും എങ്ങനെയാണെങ്കിലും അവരതിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ചോക്ലേറ്റ് തരും എന്നാണ് പറഞ്ഞത്. ഇതാണ് ഇവരുടെ ഹണിമൂൺ ചോക്ലേറ്റ്. അങ്ങനെ നമ്മളിവിടുന്ന് കുറേ ചോക്ലേറ്റ് കഴിച്ചു, പിന്നെ കുറച്ച് വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ ടിങ് ടവറിൻ്റെ അവിടെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടുന്ന് പോന്നു. അപ്പോഴേക്ക് ഉച്ചയായി. അങ്ങനെ പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ അലിബാബ 41 ഡിഷസ് എന്ന് പറയുന്ന ഹോട്ടലിലാണ് നമുക്ക് റെഡിയാക്കി ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. നമ്മുടെ തൃശ്ശൂരുണ്ട് കേട്ടോ ഇവരുടെ ഒരു ഔട്ട്ലെറ്റ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ചിക്കൻ ബിരിയാണി ചട്ടിച്ചോറും കഴിച്ചു. ചിക്കൻ ബിരിയാണി നന്നായിരുന്നു. ചട്ടിച്ചോറിൽ ഒരുപാട് കറികളൊക്കെ ഉണ്ടായിരുന്നു. നോർമലി നമ്മുടെ നാട്ടിലെ പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അവരവിടുന്ന് മോനെ ഒരു മാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് ഭയങ്കര കളിയായിരുന്നു അവൻ. ഗായ്സ്, ഈ കാണുന്ന ടവറില്ലേ, ഇത് ലോകത്തിലെ 2ാമത്തെ ടോളസ്റ്റ് ടവറാണ്. അതായത് ബുർജ് ഖലീഫയ്ക്ക് ശേഷം ഏറ്റവും ഉയരം കൂടിയ ടവറാണിത്. ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത് 678 മീറ്ററാണ്. ഇതിന് 118 നിലകളാണുള്ളത്. മെർഡേക്ക 118 എന്നാണ് ഇതിൻ്റെ പേര്. അങ്ങനെ നമ്മളവിടുത്തെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് KL ടവറിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ലിഫ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ KL ടവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ 7th ലാർജസ്റ്റ് ടവറാണ്. ഇതൊരു ടെലി കമ്മ്യൂണിക്കേഷൻ ടവറാണ്. ഇതിൻ്റെ ഹൈറ്റ് 421 മീറ്റർ വർദ്ധിപ്പിക്കുന്ന ഒരു ആൻറ്റിനയാണ് ഇതിൻ്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിൻ്റെ നടുക്കായിട്ട് 6 നിലയുള്ള ഒരു പോടിയുണ്ട്. അതിലൊരു റിവോൾവേ റെസ്റ്റോറൻ്റ് ഉണ്ട്. റിവോൾവേ റെസ്റ്റോറൻ്റ് എന്ന് വെച്ചാൽ നമുക്ക് കറങ്ങിക്കൊണ്ട് ഈ കോലാലംപൂരിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ്. നമ്മളിപ്പോൾ ഈ കയറിയിട്ടുള്ള ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഒബ്സർവേറ്ററി ഡെക്ക് എന്ന് പറയുന്നതാണ്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 276 മീറ്ററാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. എന്ത് ഭംഗിയാണ് കാണാൻ നോക്കിയേ. ഫുള്ള് ബിൽഡിങ്, എന്താ പറയുക, ബിൽഡിങ്ങൊക്കെ കുഞ്ഞു കുഞ്ഞേ ബിൽഡിങ് പോലെ. അപ്പോഴും കണ്ട ഈ ഹയസ്റ്റ് നമ്മുടെ മെർഡേക്ക 118ൻ്റെ വ്യൂ കണ്ട നിങ്ങൾ. അതിൻ്റെ ഷേപ്പ് നോക്കുക, ഒരു പ്രത്യേക തരം ഷേപ്പാണ് അല്ലേ. നമ്മളവിടെ കയറിയ ടൈമിലേ കുറേ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു വല്ല സ്റ്റഡി ടൂർ അങ്ങനെയായിട്ട് വന്നതാ തോന്നുന്നുണ്ട്. ടീച്ചേഴ്സ് ഇങ്ങനെ ക്ലാസ് എടുക്കണ മാതിരിയൊക്കെ അവിടെ ഇരിക്കണ കണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് സൂമായിട്ട് കാണാം. സത്യം പറഞ്ഞാൽ അത്ര തന്നെ ഒരു സുഖത്തിൽ കാണാൻ പറ്റുന്നില്ല കേട്ടോ. നമുക്ക് ഇങ്ങനെ നല്ല വലുതായിട്ട് കാണാം. ഗൈസ്, ഇത് നമ്മുടെ പെട്രോണാസ് ടിങ് ടവർ ആണ്. നല്ല ഭംഗിയില്ലേ കാണാൻ.
നമ്മൾ പുറത്ത് വന്ന് KL ടവറിൻ്റെ ഒരു വ്യൂ ആണിത്. സാധനങ്ങൾ മേടിക്കാൻ നോക്കാം. പിന്നെ നമ്മൾ പോയത് ചൈന മാർക്കറ്റിലേക്കാണ്. ചൈന മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ ഒരു ലോകമാണ്. നമ്മളവിടെ പോയപ്പോൾ ഞെട്ടിപ്പോയി. എന്താണെന്ന് വെച്ചാൽ ഏത് ബ്രാൻഡഡ് സാധനങ്ങൾ വേണമെങ്കിലും അവിടെ ഉണ്ട്. ബാഗിൻ്റെ ആയിക്കോട്ടെ, വാച്ചിൻ്റെ ആയിക്കോട്ടെ, ഡ്രസ്സിൻ്റെ ആയിക്കോട്ടെ, എന്ത് ഐറ്റംസ് വേണമെങ്കിലും ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ അവിടെ ഉണ്ട്. പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് മാത്രം. അതിലുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബ്രാൻഡഡ് ഐറ്റംസ് നമുക്ക് അധികം ക്യാഷ് ഇല്ലാതെ വാങ്ങിച്ചിട്ട് ഒന്ന് ഷോ ഓഫ് കാണിക്കാമെന്ന് മാത്രം. അങ്ങനെ നമ്മൾ അവിടുത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ഫുഡ് കഴിക്കണം. ഇത് ഈ KL ടവറിൻ്റെ നൈറ്റ് വ്യൂ ആണ്. നമ്മൾ ഫുഡ് കഴിക്കുന്നത് MK ഹോട്ടലിലാണ്. അവിടുത്തെ ഫുഡൊക്കെ നന്നായിരുന്നു. ഇന്ത്യ ഫുഡായിരുന്നു. കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാതും ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ഡേ 4 വിശേഷങ്ങളുമായി ഞാൻ ഇനിയും വരാം. ഓക്കെ, ബൈ.